പ്രായമാകുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് നമ്മുടെ കൺതടങ്ങളിലാണ്. കാരണം നമ്മുടെ ഐലിഡിലുള്ള ടിഷ്യൂസ് എന്ന് പറയുന്നത് വളരെയധികം തിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിൻ്റെ അടയാളങ്ങൾ അവിടെ വളരെ പെട്ടെന്ന് തന്നെ കാണിച്ചു തുടങ്ങും. ഇന്ന് പലർക്കും ഉണ്ടാകുന്ന വളരെ വലിയൊരു പ്രശ്നമാണ് ഈ പഫിനെസ് അല്ലെങ്കിൽ നീർവീക്കം, തടിപ്പ് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ. എത്ര ഉറങ്ങിയാലും ഉറങ്ങാത്ത പോലെയുള്ള ഒരു ക്ഷീണാവസ്ഥ നമ്മുടെ മുഖത്തിന് തരാൻ ഈ പഫിനെസ് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ പഫിനെസ് എന്തുകൊണ്ടുണ്ടാകുന്നു, ഇതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ ഇഫക്റ്റീവായിട്ടുള്ള കുറച്ച് ഹോം റെമഡീസും അതേപോലെ തന്നെ നമ്മുടെ കണ്ണുകൾക്ക് കൊടുക്കാനുള്ള കുറച്ച് വ്യായാമങ്ങളും, ഇനി ഇത് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം എന്നതിനെക്കുറിച്ചുമുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഐ എം കുക്കു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പഫിനെസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ തടിപ്പ് നമ്മുടെ കണ്ണുകൾക്കടിയിൽ ഉണ്ടാകുന്നതെന്ന് പറയാം. നമ്മുടെ കണ്ണുകൾക്ക് ചുറ്റുമായിട്ട് മസിൽ ലെയേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഫാറ്റും ഉണ്ട്. പ്രായം മുൻപോട്ട് പോകുന്നതിനനുസരിച്ച് ഏജിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കണ്ണുകൾക്ക് മുകളിലുള്ള ഈ മസിലുകൾ കുറച്ച് ടയേർഡ് ആവുകയും ഇവ കുറച്ച് ശോഷിക്കുകയും ചെയ്യുന്നു. അപ്പോഴെന്താണ് സംഭവിക്കുക? ഈ ഭാഗത്തുള്ള ഫാറ്റ് താഴേക്ക് മാറുകയും ചെയ്യുന്നു. ഇത് മുകളിലുള്ള ഭാഗത്തെ മസിലുകൾ അയഞ്ഞ പോലെയും താഴെ കൂടുതൽ തടിപ്പും അല്ലെങ്കിൽ വീക്കം ഫീൽ ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക പ്രശ്നമുള്ളവർ, തൈറോയിഡ് അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ പ്രശ്നമുള്ളവരിലൊക്കെ ഈ തരത്തിലുള്ള ഫ്ലൂയിഡ് റിറ്റൻഷൻ ഉണ്ടാവാറുണ്ട്. അതായത് ജലകണികകൾ നമ്മുടെ കോശങ്ങൾക്കകത്ത് കൂടുതലായി അടിഞ്ഞുകൂടുന്നവരിലാണ് ഈ തരത്തിലുള്ള പഫിനെസ് ഉണ്ടാവാറുള്ളത്. അതുപോലെ ഭക്ഷണത്തിൽ അമിതമായിട്ട് ഉപ്പ് ഉപയോഗിക്കുന്നവരിൽ, അതേപോലെ ഫാസ്റ്റ് ഫുഡൊക്കെ ഒരുപാട് കഴിക്കുന്നവരിലൊക്കെ ഈ തരത്തിലുള്ള ഒരു പഫിനെസ് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. പിന്നെ കണ്ണിന് അമിതമായിട്ട് സ്ട്രെയിൻ കൊടുക്കുന്നവരിൽ, ഈ കമ്പ്യൂട്ടറൊക്കെ അമിതമായിട്ട് യൂസ് ചെയ്യുന്നവർ, മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവർ, ഇവരിലൊക്കെ നല്ല രീതിയിൽ ഈ തരത്തിലുള്ള ഈ കൺതടിപ്പ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഉറക്കമില്ലായ്മ അതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അതേപോലെ തന്നെ പാരമ്പര്യമായ ഘടകങ്ങളും, ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലുമൊക്കെ ഇതേപോലെയുള്ള കൺതടിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾക്കും വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ പലതരം അലർജികളുള്ളവർ, വിട്ടുമാറാത്ത ജലദോഷം, തുമ്മൽ, കണ്ണിന് ചൊറിച്ചിൽ, ഇതൊക്കെ ഉള്ളവരിലും ഇത്തരത്തിലുള്ള പഫിനെസ് ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മദ്യപാനം, പുകവലി, ഇതൊക്കെ ഉള്ളവരിലും ഈ തരത്തിലുള്ള തടിപ്പ് അല്ലെങ്കിൽ നീർവീക്കം കാണാറുണ്ട്. പിന്നെ ഒരുപാട് കരയുന്ന, മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന സ്ത്രീകളിലൊക്കെ ഈ തരത്തിലുള്ള പഫിനെസ് കാണപ്പെടാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് ഈ തരത്തിലുള്ള പഫിനെസ് ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാത്തിനെയും, അതിപ്പോൾ സങ്കടമായാലും സന്തോഷമായാലും ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളായാലും അതിനെയെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഈ കണ്ണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണുകൾ ഏറ്റവും മനോഹരമായിട്ടിരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള പഫിനെസ് അല്ലെങ്കിൽ കണ്ണിനടിയിലുണ്ടാകുന്ന ഈ തടിപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇഫക്റ്റീവായിട്ടുള്ള ഹോം റെമഡീസാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് പൊട്ടറ്റോ ആണ്, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ പൊട്ടറ്റോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കണ്ണിനടിയിലുള്ള ഫ്ലൂയിഡ് റിറ്റൻഷൻ കുറയ്ക്കുവാനും ഒരു കൂളിംഗ് എഫക്റ്റ് കണ്ണുകൾക്ക് നൽകുവാനും, അതേപോലെ തന്നെ കണ്ണിനടിയിൽ കറുപ്പുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാനും വളരെയധികം സഹായിക്കുന്നതാണ്. രണ്ടാമതായി നമുക്ക് ആവശ്യമുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിലിൽ വൈറ്റമിൻ ഇ പോലെയുള്ള ധാരാളം ആൻറ്റി ഓക്സിഡൻസുകൾ ഉള്ളതുകൊണ്ട് തന്നെ കണ്ണിനടിയിൽ ഒരു മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് നൽകാനായിട്ടും, അതേപോലെ തന്നെ കണ്ണുകൾക്കടിയിൽ ഉണ്ടാകുന്ന ആ തടിപ്പ് നല്ല രീതിയിൽ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാമതായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അലോവേറ ജെല്ലാണ്. അലോവേറയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ അലോവേറ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കണ്ണുകൾക്കടിയിൽ നല്ലൊരു ഹൈഡ്രേഷൻ നൽകാനായിട്ടും ഈ പഫിനെസിനെയൊക്കെ നല്ല രീതിയിലൊന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ടും വളരെയധികം സഹായിക്കുന്നതാണ്. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട അലോവേറ ജെൽ എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡിൻ്റെ വാങ്ങുക. അത്തരത്തിലുള്ള അലോവേറ ജെൽ വേണം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്.
വൈറ്റമിൻ ഇ ക്യാപ്സൂൾ നമുക്കറിയാം വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. ഇത് നമ്മുടെ കണ്ണുകൾക്കടിയിൽ ഉണ്ടാകുന്ന പഫിനെസ് ഇല്ലാതാക്കാനും അതേപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കുറയ്ക്കുവാനായിട്ടൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന്, ഒരു പൊട്ടറ്റോ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. രണ്ടാമതായിട്ട് ആൽമണ്ട് ഓയിലാണ്. മൂന്നാമതായിട്ട് നമുക്ക് ആവശ്യം അലോവേറ ജെല്ലാണ്. നാലാമതായിട്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്ക് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറയാം. അതിനായിട്ട് ഒരു പൊട്ടറ്റോ എടുക്കുക, എന്നിട്ട് അത് നന്നായി ഒന്ന് പീൽ ചെയ്യുക. അതിനുശേഷം ഇതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്യുക, ചെറിയ ചെറിയ പീസുകളാക്കുക. എന്നിട്ട് ഇതിലേക്കൊരു 4 ടീസ്പൂൺ ആൽമണ്ട് ഓയിലും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അതെങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കാനായിട്ട് വെക്കുക. അതിലേക്ക് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങും അതിന് മുകളിൽ ഒഴിച്ചിട്ടുള്ള ഈ ഒരു ആൽമണ്ട് ഓയിലും കൂടെ വെച്ചിട്ടുള്ള ആ ഒരു ബൗള് ഇതിലേക്കൊന്ന് ഇറക്കി വെക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതൊന്ന് ചെറിയ ചൂട് ആയിട്ടുണ്ടാവും. ഒരു 5 മിനിറ്റൊക്കെ മതിയാവും അതൊന്ന് ചെറു ചൂടോടെ വരാനായിട്ട്. എന്നിട്ട് നമുക്കത് ഇറക്കി വെക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഈ ഒരു ഓയിൽ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കണം. അതിനുശേഷം ആ ഓയിലിലേക്ക് 1 ടീസ്പൂൺ അലോവേറ ജെൽ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ 2 എണ്ണം കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് സമയം നിങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് തണുത്തതിന് ശേഷം വേണം നിങ്ങളുടെ കണ്ണുകൾക്കടിയിൽ ഇത് പുരട്ടി കൊടുക്കാനായിട്ട്. ചെറിയൊരു തണുവോടെ വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ മൃദുവായിട്ട് വേണം നിങ്ങളുടെ കൺതടങ്ങളിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് അപ്ലൈ ചെയ്തിട്ട് ചെറുതായിട്ടൊരു മസാജും കൂടെ കൺതടങ്ങളിൽ കൊടുക്കണം. നിങ്ങളുടെ റിംഗ് ഫിംഗർ ഉപയോഗിച്ച് വേണം നിങ്ങൾ ഈ ഒരു മസാജ് ചെയ്യാനായിട്ട്. വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ്. നമ്മുടെ കൺതടങ്ങളിൽ ഉണ്ടാകുന്ന തടിപ്പ് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ഹോം റെമഡിയാണ്. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി രണ്ടാമത്തെ ഒരു റെമഡി എന്ന് പറയുന്നത് കുക്കുംബർ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. ഈ കുക്കുംബർ കണ്ണിനൊരു കൂളിംഗ് എഫക്റ്റ് നൽകാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. പിന്നെ ഒരു നല്ല ഹൈഡ്രേഷൻ ഇത് തരുന്നുണ്ട്. ഇതിൽ 96% വെള്ളമാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് കണ്ണിനടിയിലെ ചർമ്മത്തെ നല്ല രീതിയിലൊന്ന് തണുപ്പിക്കുകയും അതേപോലെ തന്നെ ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കുകയും കണ്ണിനടിയിലുള്ള സൺ ഡാമേജസും സ്കിൻ ഡാമേജസും ഒക്കെ ഇല്ലാതാക്കാനായിട്ടും ഒക്കെ ഈ കുക്കുംബർ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറയാം. അതിനായിട്ട് ഒരു കുക്കുംബർ എടുക്കുക. അതിൻ്റെ ഒരു പകുതി മതിയാകും. അതിൻ്റെ സ്കിന്നൊന്നും കളയണ്ട. അല്ലാതെ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് ഒരു ജ്യൂസാക്കി മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം ഇത് നന്നായി ഒന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ അലോവേറ ജെൽ ആഡ് ചെയ്യുക. 2 വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് വേണം നിങ്ങളിത് ഉപയോഗിക്കുവാനായിട്ട്. ഫ്രിഡ്ജിൽ വെച്ച് ഇത് തണുത്തതിന് ശേഷം വേണം നമ്മുടെ കണ്ണുകളിൽ ഇത് യൂസ് ചെയ്യാനായിട്ട്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം അതിലേക്ക് ഒരു കോട്ടൺ പാഡ് മുക്കുക. കോട്ടൺ പാഡ് മുക്കിയതിന് ശേഷം നമ്മുടെ കണ്ണുകളിൽ ഒരു 10 മിനിറ്റ് വെക്കുക. അതായത് കോട്ടൺ പാഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മുടെ വീട്ടിലുള്ള കട്ടി കുറഞ്ഞ കോട്ടൺ തുണിയാണെങ്കിലും മതി. അത് ചെറിയൊരു കഷ്ണമാക്കി എടുത്തതിന് ശേഷം നിങ്ങളുടെ കണ്ണുകളിൽ വെച്ച് ഇതിൽ മുക്കിയതിന് ശേഷം നിങ്ങളുടെ കണ്ണുകളിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. വളരെ നല്ലൊരു മാറ്റം നിങ്ങൾക്കുണ്ടാവുന്നതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടുള്ള സമയങ്ങളുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ 2 കോട്ടൺ പാഡിൽ ഇത് മുക്കി നിങ്ങൾ ഇത് കണ്ണിൽ വെച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കാവുന്നതാണ്. ഈ പഫിനെസ് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു പാക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു ഹോം റെമഡി എന്ന് പറയുന്നത് തക്കാളി കൊണ്ടുള്ളതാണ്. തക്കാളി നമ്മുടെ ഒരു ഇൻഫ്ലമേഷൻ, അതായത് നീർവീക്കം കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അത് മിക്സിയിലിട്ട് നല്ലൊരു ജ്യൂസാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ അലോവേറ ജെല്ലും കൂടി ആഡ് ചെയ്യുക. ഈ അലോവേറ ജെല്ല് ആഡ് ചെയ്യാൻ പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ജെല്ലല്ല നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള അലോവേറ ജെൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് നോക്കി വാങ്ങാവുന്നതാണ്. അപ്പോൾ 1 ടീസ്പൂൺ അലോവേറ ജെല്ല് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ കൺതടങ്ങളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊരു 20 മിനിറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കുളിക്കുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾക്കിത് ചെയ്താൽ മതിയാകും.
അപ്പോൾ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണിത്. ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞ 3 പാക്കുകളും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൺതടങ്ങളിൽ ഇതേപോലെ തന്നെ തടിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇനി ഇത് മാറാൻ വേണ്ടി കണ്ണുകൾക്കടിയിൽ ഇതേപോലെ തടിപ്പുണ്ട്, നിർവീക്കമുണ്ടെങ്കിൽ ഇത് മാറാൻ വേണ്ടിയുള്ള കുറച്ച് വ്യായാമങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇത് ഈ പഫിനെസ് മാറാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ കണ്ണുകൾ വളരെ തിളക്കമുള്ളതാവാനും അതേപോലെ തന്നെ കണ്ണുകൾ വളരെയധികം കുഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ചിലരുടെ കണ്ണുകൾ വളരെയധികം കുഴിഞ്ഞ കണ്ണുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനായിട്ടും ഈ ഒരു ചെറിയ വ്യായാമം നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതാണ്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കണ്ണുകൾ ഒരു സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുക. അതിനുശേഷം മുകളിലേക്കും താഴേക്കും അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. വളരെ സാവധാനം വേണം ഇത് ചെയ്യാനായിട്ട്. ഒരു 10 to 15 ടൈംസ് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഒന്നെന്ന് പറയുന്നത്, നിങ്ങളുടെ കണ്ണുകൾ വലത്തേക്കും അതേപോലെ തന്നെ ഇടത്തേക്കും നോക്കുക. വലത് ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും സാവധാനം ചലിപ്പിക്കുക. ഇതും നിങ്ങൾക്കൊരു 10 to 15 ടൈംസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് റൊട്ടേഷനാണ്. ആദ്യം ഒരു വശത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ആദ്യം വലതുവശത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുക, അതിനുശേഷം ഇടതുവശത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഇത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഈ കൺതടങ്ങളിൽ ഈ നീർവീക്കമുള്ള ഭാഗത്ത് കുറച്ച് അലോവേറ ജെല്ല് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ വിരലുകൾ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പതിയെ ഒന്ന് വളരെ മൃദുലമായിട്ട് വേണം അത് ചെയ്യാനായിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയും നിങ്ങൾക്കൊരു 10 to 15 ടൈംസ് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതും പഫിനെസ് കുറയ്ക്കാൻ വേണ്ടിയുള്ള വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. ഒരു 7-8 മണിക്കൂറെങ്കിലും ഉറക്കം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അത് ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഒരു 25 കിലോ വെയിറ്റുള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിൽ വേണം നമ്മൾ വെള്ളം കുടിക്കാനായിട്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ മറന്നു പോകരുത്. പലപ്പോഴും നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത്. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉപ്പിൻ്റെ അളവ് ഭക്ഷണത്തിൽ കുറയ്ക്കുക എന്നുള്ളത്. ഉപ്പ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഈ തരത്തിലുള്ള ഫ്ലൂയിഡ് റിറ്റൻഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ കണ്ണുകൾ ഓവർ സ്ട്രെയിൻ ചെയ്യാതിരിക്കുക. ഈ സ്ക്രീൻ ടൈം വളരെ കൂടുതലായ ആളുകൾക്ക് ഈ തരത്തിലുള്ള പഫിനെസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ തരത്തിലുള്ള കൺതടങ്ങളിൽ ഉണ്ടാവുന്ന തടിപ്പ് അല്ലെങ്കിൽ പഫിനെസ് വരാതിരിക്കാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഈ ഹോം റെമഡീസ് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഹോം റെമഡീസാണ്. അതേപോലെ തന്നെ നമ്മുടെ കണ്ണുകൾക്ക് കൊടുക്കേണ്ട വ്യായാമവും അതും നിങ്ങളൊന്ന് ചെയ്യുക. ഇവയെല്ലാ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണവും അതുപോലെ തന്നെ വ്യായാമം, നമ്മളുടെ കണ്ണുകൾക്ക് കൊടുക്കേണ്ട ഒരു തരത്തിലുള്ള ഒരു കെയർ ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൺതടങ്ങളിൽ ഉണ്ടായേക്കുന്ന ഈ പഫിനെസ് അല്ലെങ്കിൽ ഈ തടിപ്പിനെ നമുക്ക് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ തരത്തിലുള്ള പഫിനെസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത്. അതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഈ ഹോം റെമഡീസും അതേപോലെ തന്നെ ഈ പറഞ്ഞ ചെറിയ വ്യായാമങ്ങളും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.